അമിത് ചക്കാലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടി അമിത് നോർത്ത് ഇന്ത്യയിൽ സഞ്ചരിച്ചിരുന്നു എന്ന ചില വിവരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കസ്റ്റംസ് ഈ അന്വേഷണ പരിധിയിൽ പെടുത്തി മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായും ഇതിനകത്തെ റാക്കറ്റുകളെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാളൊരു വാഹനം കൊണ്ടുവന്നു, ആ വാഹനം വാങ്ങി എന്നതിനപ്പുറത്തേക്ക് ഈ വാഹനങ്ങൾ കൂട്ടത്തോടെ കൈകാര്യം ചെയ്യുക, അതിൽ മറ്റ് മോഡിഫിക്കേഷനുകൾക്ക് വേണ്ടി ശ്രമിക്കുക, അതൊക്കെ വരുമ്പോഴാണ് കസ്റ്റംസിന് കൂടുതൽ സംശയം ഉണ്ടാകുന്നത്. അതാണ് അമിത് ചക്കാലക്കലിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അമിത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ പല വാഹനങ്ങളുടെയും റിസ്റ്റോറേഷൻ ജോലികൾക്ക് അമിത് മുൻകൈ എടുത്തിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ കസ്റ്റംസിന് മുന്നിലുണ്ട്. അപ്പോഴാണ് ഈ വ്യക്തിക്ക് ഇതിന്റെ ഇടനിലക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ കസ്റ്റംസ് തീരുമാനിക്കുകയും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങളാണ്. അത് വളരെ വിലക്കുറച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വിൽപ്പന നടത്താൻ വലിയൊരു സംഘം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവർ പല സിനിമാ താരങ്ങളെയും സമീപിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വൻ വ്യവസായികളെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും ഇവർ വലിയ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഈ വാഹനങ്ങളുമായി സമീപിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസിന്റെ കയ്യിൽ ഇക്കാര്യത്തിൽ ഉണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ ഇടനിലക്കാർ ആയി പ്രവർത്തിച്ചിരുന്നവർ എന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിലേക്കാണ് ഇനി പ്രധാനമായും അന്വേഷണം. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ദുൽഖർ സൽമാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കസ്റ്റംസ് ഇതിനെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പിടിച്ചെടുത്ത വാഹനങ്ങൾ തിരികെ കിട്ടണം എന്നതടക്കമാണ് ആവശ്യം. പക്ഷേ നിയമപ്രകാരമാണോ ഇതിന്റെ രേഖകളൊക്കെ? അതൊക്കെ ഒരുപക്ഷെ ആണെങ്കിൽ അത് ഹാജരാക്കിക്കൊണ്ട് മാത്രമാണ് കോടതിയിലേക്ക് ചെല്ലാൻ കഴിയുക. എന്തെങ്കിലും കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഉടനടി ഇത് പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം കസ്റ്റംസ് വളരെ വിശദമായ അല്ലെങ്കിൽ വലിയ വ്യാപകമായ തോതിലുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്പസമയം എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ കാർ കടത്ത് അന്വേഷണത്തിൽ ആദ്യമായി കസ്റ്റംസിനെതിരെ ഒരു നിയമ നീക്കം നടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത.